പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? എന്താ സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് പരാതി. ജൂനിയർ ആർട്ടിസ്റ്റിന്റേതാണ് പരാതി. റോൾ വാഗ്ദാനം ചെയ്ത് ഹൈദരാബാദിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പരാതി. ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. നിർമ്മാതാവിന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല, കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ ഒരു സിനിമയുടെ സെറ്റിലാണ് ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും. അതിനെക്കുറിച്ച് ആ നടി തന്നെ പറയുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ഈ സംഭവം അറിഞ്ഞിരുന്നോ എന്ന് അവരുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം. പൃഥ്വിരാജ് അറിഞ്ഞിരുന്നു. പേടി എനിക്ക് കുമാര തള്ളല്ല, സത്യമായിട്ടും പറയുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ, ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. പണ്ടൊക്കെ ദൈവം പിന്നെ തരാമെന്നും പറഞ്ഞ് അവധി വെച്ചിരുന്നു. ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷാ. ചെയ്ത ജോലിക്ക് അപ്പൊ കിട്ടും അല്ലടാ.